എന്താ അമ്മേ? ഉർവശിയെ ഔട്ട് ഹൗസിൽ താമസിപ്പിക്കാൻ തീരുമാനിച്ച നീയാണോ? ചെറിയമ്മയോ? ഔട്ട് ഹൗസിലോ? അയ്യോ, എനിക്കറിയില്ല. കള്ളം. ഇറക്കി വിട്ട അന്നു മുതൽ ഉർവശി ഔട്ട് ഹൗസിലുണ്ട്. അവൾക്ക് കൃത്യമായിട്ട് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന നീയാ. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ നിനക്ക് എന്ത് അധികാരമെന്നാ ചോദിച്ചത്? അയ്യോ, അമ്മ എന്തായി പറയുന്നേ? ഞാൻ ആ ഔട്ട് ഹൗസിന്റെ ഭാഗത്തേക്ക് പോകാറേ ഇല്ല. എന്തിനാ ഏട്ടത്തി ഇങ്ങനൊക്കെ പറയുന്നേ? ഏട്ടത്തി ചെറിയമ്മയ്ക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നത് ഞാൻ കണ്ടതല്ലേ. ചെറിയമ്മ അത് കഴിക്കുമ്പോഴാണ് ഞങ്ങൾ എല്ലാവരും അവിടെ എത്തിയത്. കൽപ്പനെ, നീ ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. ഉർവശിയെ കണ്ട ഔട്ട് ഹൗസിൽ നിന്ന് തല്ലി ഇറക്കി വിട്ടിട്ടാ ഞങ്ങൾ നിന്റെ മുമ്പിൽ നിൽക്കുന്നേ. എന്താ നിന്റെ ഉദ്ദേശം? അത് പറഞ്ഞാ മതി. തെറ്റ് ചെയ്ത് കണിമംഗലത്ത് നിന്ന് പുറത്തിറക്കി വിട്ട അവളെ എന്തിനാ നീ സംരക്ഷിക്കുന്നേ? അത് പറഞ്ഞാ മതി. നിങ്ങൾ ചോദിക്കുന്ന കാര്യം എനിക്കറിയില്ല. ചെറിയമ്മ ഔട്ട് ഹൗസിൽ വന്ന് താമസിച്ചിട്ടുണ്ടാവാം. പക്ഷെ അങ്ങനെ താമസിച്ചാലും ഇവിടുന്ന് ഭക്ഷണം എടുത്ത് ചെറിയമ്മയ്ക്ക് കൊണ്ടു കൊടുക്കുന്ന തെറ്റൊന്നും ഞാൻ ചെയ്യില്ല. ഏട്ടത്തി, ശരി, ഞാൻ ചെയ്തു എന്നാണല്ലോ നീ പറയുന്നത്. ഞാൻ ചെയ്ത എല്ലാ കാര്യത്തിനും നീ തെളിവ് കാണിക്കുന്നത് വീഡിയോയല്ലേ? എന്താ ഇപ്പോ അങ്ങനെ കാണിക്കാൻ എന്തെങ്കിലും വീഡിയോ നിന്റെ കയ്യിലുണ്ടോ? അതോ ഇക്കാര്യത്തിൽ മാത്രം അങ്ങനെ ഒരു തെളിവുണ്ടാക്കാൻ വിട്ടുപോയോ നീ? അങ്ങനെ ഒരു തെളിവൊന്നും എന്റെ കയ്യിലില്ല. അപ്പോഴേ എനിക്ക് നിന്നോടാ ചോദിക്കാനുള്ളത്. നിന്റെ ഉദ്ദേശം എന്താ രാധിക? എന്നെ നിങ്ങൾ തെറ്റുകാരിയായി ചിത്രീകരിച്ച നിമിഷം മുതല് അടങ്ങി ഒതുങ്ങി വീട്ടിനകത്ത് കഴിയാൻ ഞാൻ. ഇനി നിനക്ക് മതിയായില്ലേ? അതോ എന്നെ ഇവിടുന്ന് പുറത്താക്കിയാലേ നിനക്ക് സമാധാനം കിട്ടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിലേ തുറന്നു പറഞ്ഞോ. നീ രാധിക മോളെ ചോദ്യം ചെയ്തുകൊണ്ട് നീ ചെയ്ത തെറ്റ് മറച്ചു പിടിക്കാൻ ശ്രമിക്കണ്ട. അമ്മേ, ഈ കാര്യത്തിലെന്നല്ല, ഇതിനു മുൻപ് നടന്ന ഒരു കാര്യത്തിലും ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. അത് പലതവണ അമ്മയോട് കാല് പിടിച്ച് ഞാൻ പറഞ്ഞതാ. ഇനിയും എന്നെ ദ്രോഹിച്ച എല്ലാത്തിനും കാരണം ഇവളാണെന്ന് എഴുതി വെച്ച് എനിക്ക് ചാകാനേ പറ്റൂ.